നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ. ത്രിവേണി സൂപ്പർ മാർക്കറ്റ്. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വസ്തത. കൺസ്യൂമർ ഫെഡ്, ഒരു കേരള സർക്കാർ സ്ഥാപനം. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന കേന്ദ്ര നയത്തിൽ പ്രതിഷേധിച്ച് CPIM ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളം ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് കത്തിക്കലും സംഘടിപ്പിച്ചു. CPIM എടപ്പാൾ ഏരിയ സെക്രട്ടറി T സത്യൻ, P വിജയൻ, VV കുഞ്ഞു മുഹമ്മദ് M, അജയ് ഘോഷ്, T രാമദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മൾ ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പരമസാധുക്കളായിട്ടുള്ള പാവപ്പെട്ടവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ ഒന്നാം UPA സർക്കാർ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി, നിശ്ചിത ദിവസം ജോലിയും നിശ്ചിത കൂലിയും നിർബന്ധമാക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും മഹത്തരവും മനുഷ്യനെ, സാധാരണക്കാരായ മനുഷ്യരെ, പാവപ്പെട്ടവരായ മനുഷ്യരെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ വിശിഷ്യ CPIMൻ്റെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി RSSൻ്റെ നിർദ്ദേശപ്രകാരം RSSൻ്റെ രാഷ്ട്രീയ മുഖമായ BJPയും NDA മുന്നണിയും സംയുക്തമായി ചേർന്നുകൊണ്ട് പാർലമെന്റിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണ്, സമ്പൂർണ്ണമായും അട്ടിമറിച്ചിരിക്കുകയാണ്. ഇതിനെതിരായാണ് CPIM അതിശക്തമായ സമരം ഇന്ത്യ രാജ്യത്തിനകത്ത് ഇടതുപക്ഷവും CPIയും നേതൃത്വം കൊടുക്കുന്നത്. ഈ ബില്ലിനെ സംബന്ധിച്ച് അതിശക്തമായ ചർച്ച, പ്രതിഷേധങ്ങൾ കൊണ്ട് ഗംഭീരമായ ചർച്ച പാർലമെന്റിനകത്ത് ഉയരുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ ടൂറ് പോയിരിക്കുകയാണ്. ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നതിന്, ഇടതുപക്ഷത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന ഈ പദ്ധതി ഇല്ലാതാകുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെയും അഭിപ്രായം എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഈ പാവപ്പെട്ടവർക്ക് നിശ്ചിത ദിവസം കൂലിയും നിശ്ചിത ദിവസം ജോലിയും അതുപോലെ തന്നെ കൂലിയും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ ആ പദ്ധതി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ അതിശക്തമായ സമരം ഇന്ത്യ രാജ്യത്താകെ ഉയരുകയാണ്. കേരളത്തിൽ അതിൻ്റെ ഭാഗമായി 22-ാം തീയതി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് അതിശക്തമായിട്ടുള്ള സമരം LDFൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാ ചെറിയ അങ്ങാടികളിലും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. India